ഷിനോജ് ശംസുദ്ദീൻ തുടരുന്നുണ്ട്. ഷിനോജ്, എന്തായാലും ഇപ്പോൾ കുട്ടിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതൊക്കെ ഊർജിതമായി നടക്കുന്നുണ്ടോ അവിടെ? കൗൺസിലേറ്റുമായി ഈ സാമൂഹ്യ പ്രവർത്തകർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ അവധി ആയതുകൊണ്ട് ഇപ്പോൾ നാളെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കും. ഈ കുട്ടിയെ അജ്മാൻ പോലീസിൽ നിന്ന് നാളെ മിക്കവാറും ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സാമൂഹിക പ്രവർത്തകർ പറയുന്നത്. അതുപോലെ തന്നെ നാട്ടിലുള്ളവർ MP-മാർ വഴിയൊക്കെ ഈ കോൺസുലേറ്റിനെ ബന്ധപ്പെടാനും ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ കഴിയുമോ എന്നുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ദിവ്യ. അല്ല ഷിനോജ്, ഇവിടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയണമല്ലോ. ഈ കുട്ടി എങ്ങനെ ഇവിടെ എത്തി? ഇപ്പോൾ ഓഗസ്റ്റിലോ മറ്റോ ആണ് അല്ലൈനിൽ കണ്ടെത്തിയിരുന്നു എന്ന് പറയുന്നുണ്ട് ഡോക്ടർ താഹിർ. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ കഴിഞ്ഞു, എന്ത് ചെയ്തു, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ കൂടിയില്ലേ? അക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല. കാരണം ആ കുട്ടിയുടെ സംസാരം പരസ്പര വിരുദ്ധമാണ്. പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഘടിപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ പറയുന്നതല്ല അല്പം കഴിയുമ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ കുട്ടി ഇത്രയും ദിവസം കഴിഞ്ഞിരുന്നത്, എങ്ങനെയാണ് അജ്മാനിൽ എത്തിപ്പെട്ടത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ചില നേരങ്ങളിൽ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. കയ്യിൽ ചില പുസ്തകങ്ങളുണ്ട്, ബാഗുണ്ട്. ഇത് തുറന്നു വെച്ചിട്ട് പലതും ആളുകളോട് പറയുന്നുണ്ട്. ഒരു പൂർണ്ണമായും മാനസിക നില തെറ്റിയ ഒരാളെ പോലെയാണ് ആ പെൺകുട്ടി പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമൂഹ്യ പ്രവർത്തകൻ ജാസിം മുഹമ്മദ് കൂടി ചേരുകയാണ് തത്സമയം മീഡിയ വണിനൊപ്പം. ശ്രീ ജാസിം മുഹമ്മദ്, ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകൾ, ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴെങ്ങനെയാണ് കുട്ടിയുടെ ഒരു മാനസിക നില സ്റ്റേബിൾ ആണോ? ഇപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടിയുടെ നില നമ്മൾ ഇന്നലെ കണ്ടതിൽ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ഞാനിപ്പോ മദീന പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഉള്ളത്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് കുട്ടിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് വേറെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും സഹായിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ വീട് നാട്ടിൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാനും അതുപോലെ കോണ്ടാക്ട് നമ്പർ എടുക്കാനും സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ കോൺസുലേറ്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കോൺസുലേറ്റിന്റെ ഭാഗത്തുനിന്ന് വളരെ സഹായകരമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് നമ്മൾ കോൺസുലേറ്റിന്റെ ഷെൽട്ടറിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ ദുബായിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന്റെ അണ്ടറിലുള്ള ഷെൽട്ടറിലേക്ക് നമ്മൾ ഇവരെ ഹാൻഡ് ഓവർ ചെയ്യുകയും അവിടെ നിന്ന് നാട്ടിലേക്ക് പറയാൻ കഴിയുന്നില്ല അല്ലെ? ഓർത്തെടുത്ത് പറയാൻ കഴിയുന്നില്ല അല്ലെ? അതെ, കുട്ടി ഓർത്തെടുത്ത് പലതും പറയുന്നുണ്ട്. പക്ഷെ അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒമാനിൽ പോയി എന്നും പിന്നെ ദുബായിൽ വന്നുവെന്നും അവിടെ പല പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നുവെന്നും തൊഴിൽപരമായിട്ടോ എന്താണെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഇപ്പോഴുള്ളൊരു ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു നല്ലൊരു വൈദ്യസഹായം കൊടുക്കുകയും അവരെ വളരെ സുരക്ഷിതമായിട്ട് നാട്ടിലെത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രതിസന്ധിയായിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള നിയമപരമായിട്ടുള്ള പല സാഹചര്യങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോകണം. ഇവിടെയുള്ള വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ആ കാലാവധി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. അപ്പൊ കോൺസുലേറ്റുമായിട്ടും അതുപോലെ തന്നെ ലോക്കൽ അതോറിറ്റിയുമായിട്ടും സഹകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ കുട്ടിയുടെ ബന്ധുക്കളുമായി നാട്ടിലുള്ളവരുമായൊക്കെ ബന്ധപ്പെടാനും കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ നമ്പർ ഇപ്പൊ ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പം തന്നെ അവരുമായിട്ട് ബന്ധപ്പെടും. എന്നിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ അവരെ അറിയിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരുടെ എല്ലാ സഹായത്തോടു കൂടി നമ്മൾ വീട്ടിൽ അവരെ ബന്ധപ്പെടും. അതുപോലെ തന്നെ അവിടെയുള്ള ഗ്രാമപഞ്ചായത്തുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ നമ്മൾ എന്തായാലും അവരുടെ ലൊക്കേഷനും എവിടെയാണെന്നുള്ളതും കോണ്ടാക്ട് നമ്പറും എല്ലാം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉടനെ ബന്ധപ്പെടും. എന്നിട്ട് മറ്റുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറും. ശരി, നന്ദി ശ്രീ ജാസിം മുഹമ്മദ് മീഡിയ വണിനൊപ്പം ചേർന്നതിന്. എന്തായാലും അജ്മാനിലാണ് അലഞ്ഞുതിരിയുന്ന നിലയിൽ ഒരു മലയാളി പെൺകുട്ടിയെ, യുവതിയെ കണ്ടെത്തുകയും പിന്നീട് സാമൂഹ്യ പ്രവർത്തകർ ഇടപെട്ട് അജ്മാൻ പോലീസിന് കൈമാറുകയും ചെയ്തത്. മാനസിക നില തെറ്റിയ നിലയിലാണ് ആ യുവതിയുള്ളത്. ഏതായാലും നാട്ടിലെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഈ യുവതിയെ നാട്ടിലേക്ക് തിരികെ അയക്കാനുള്ള നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.